മോൻ പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഓട്ടിസത്തിൻ്റെ ഒരു ട്രെയ്റ്റ് ഉണ്ടോ എന്ന്. ഇളയ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അടിക്കുന്നതും ഒരുപാട് ഉപദ്രവിക്കുന്നത്. കുഞ്ഞ് വളരെ ഡിപ്രസ്ഡ് ആണ് ഈ കാണുന്നത്. എല്ലാ ദിവസവും ഈ കാണുന്ന വയലൻസ് വീട്ടിൽ. അതുവരെ മോന് സെൽഫ് ഹാമോ അല്ലെ മറ്റൊരാളെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരുന്ന ആൾ ഹസ്ബൻഡിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ഈ കാസ്റ്റിൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ബഹളങ്ങളുണ്ടാകും. നന്നായിട്ട് അതാണ് ഏറ്റവും വേഴ്സ്റ്റ്. പിന്നെ സ്ത്രീധനം കുറഞ്ഞു പോയി. എനിക്കിതിൽ നല്ല ബന്ധം ഉണ്ടാവാമായിരുന്നു. ഫുൾ വീടും കുഞ്ഞുങ്ങളുമായി വെക്കേറ്റ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ ചിലവ് നിങ്ങളില്ല. ഇല്ല. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയില്ല. ഒറ്റ ഫോൺസ് എടുക്കില്ല. അവർ പറഞ്ഞിട്ടുണ്ട് ഫീസ് തരുന്നത് ഞാനാണ്, ഇനി മദർ വന്നാൽ കാണിക്കരുത്. ഒരാളും സഹായിച്ചില്ല. ഞാനും എൻ്റെ മദറും പോകാത്തൊരു പോലീസ് സ്റ്റേഷൻ അബുദാബിയിൽ ഇല്ല. ആ വിധി ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. നമസ്കാരം. പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതങ്ങളില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് ശബ്ദമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ വാർത്തയാക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ പ്രശ്നങ്ങൾ മാത്രമാണ് ഒരു കുടുംബത്തിലുള്ളതെങ്കിൽ, അതിൽ ഒരാൾ തുടർച്ചയായി ഇരയാക്കപ്പെടുന്നെങ്കിൽ അവരുടെ കണ്ണുനീരിനെ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഇന്ന് എന്നോടൊപ്പമുള്ളത് ചെറുപ്പത്തിൽ തന്നെ വിവാഹിതയായ, ഏതാണ്ട് 20 വർഷം സഹിച്ച, ഉന്നത വിദ്യാഭ്യാസമുള്ള, സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ അയാളുടെ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയാൻ എത്തിയതല്ല. നേരെ മറിച്ച് 2 മക്കളെ പോറ്റുന്നതിന് വേണ്ടി മാത്രം തൻ്റെ കരിയർ മാറ്റിവെച്ച്, അതിൽ ഒരാൾ സ്പെഷ്യൽ ചൈൽഡാണ്. ആ കുട്ടിയുടെ ഭക്ഷണത്തിനും ഉറക്കത്തിനും വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച്, അന്നൊന്നും ഇതിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും വഹിക്കാത്ത ആ യുവതിയുടെ ഭർത്താവ് ഒടുവിൽ സംഘർഷം ശക്തമായപ്പോൾ കോടതി പറഞ്ഞിട്ട് പോലും കുട്ടിയുടെ സുരക്ഷയെപ്പോലും പരിഗണിക്കാതെ അതിഭയാനകമായ രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന വാർത്തയാണ്. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടക്കമുള്ളവരുടെ ഉത്തരവിന് പുല്ലുവിലയാണ്. ഈ അമ്മ താൻ പൊന്നുപോലെ വളർത്തിയ തൻ്റെ സ്പെഷ്യൽ ചൈൽഡിനെ തേടി നടക്കുകയാണ്. മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല. തിരുവല്ല സ്വദേശിനിയായ ഈ അമ്മ കോഴഞ്ചേരി അയിരൂർ സ്വദേശിയായ, ദുബായിൽ അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന, ഒരു മാസം ഏതാണ്ട് 30 ലക്ഷത്തിലധികം രൂപ ശമ്പളം കൈപ്പറ്റുന്ന, ദുബായിലെയും അബുദാബിയിലെയും മലയാളികൾക്കിടയിലെ പ്രശസ്തനായ തൻ്റെ ഭർത്താവിനെക്കുറിച്ചും, ആ ഭർത്താവ് തൻ്റെ സ്പെഷ്യൽ ചൈൽഡിനെ തട്ടിക്കൊണ്ടുപോയ ദുരന്തത്തെക്കുറിച്ചും, ആ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചുമാണ് മനസ്സ് തുറക്കുന്നത്. നമസ്കാരം. എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതായത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സ്വന്തം കുഞ്ഞിനെ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഹൈക്കോടതി നിന്ന് ഏറ്റവും ഒടുവിലാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. എന്നത്തേക്കാണ് വിധി വന്നത്? 14 ഡിസംബറിലേക്ക് വിധി വന്നു. എന്താണ് വിധി പറഞ്ഞിരിക്കുന്നത്? വിധിയിൽ പറഞ്ഞിരിക്കുന്നത് സൈക്ലിക്കൽ കസ്റ്റഡിയാണ്. ഒരാഴ്ച അമ്മയുടെ കൂടെ, ഒരാഴ്ച അച്ഛൻ്റെ കൂടെ, പിന്നെയും അമ്മയുടെ കൂടെ, പിന്നെയും അച്ഛൻ്റെ കൂടെ, അങ്ങനെ ഒരു സൈക്ലിക്കൽ കസ്റ്റഡി ആയിട്ടാണ്. ആ വിധി ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. എന്ത് സംഭവിക്കുന്നു? ഈ വിധി നടപ്പിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? വിധി നടപ്പിലാക്കാൻ ഞങ്ങൾ കംപ്ലയൻസ് ഇപ്പം കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. അതിന്റെ കോടതി വിധി വന്നപ്പോൾ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ കോൺസുലേറ്റിലും എംബസിയിലും ഒക്കെ ആയിട്ട് ഓർഡേഴ്സ് ഹാൻഡ് ഓവർ ചെയ്ത് അവരതിനകത്തുനിന്ന് ആക്ഷൻ എടുത്തു. അവരെ ഫാദറുമായിട്ട് സംസാരിച്ചിട്ട് അവർ കുട്ടീനെ ഹാൻഡ് ഓവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഇടയിൽ പുള്ളിക്ക് 2 ആഴ്ചത്തെ ഒരു സ്റ്റേ കിട്ടി. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ കൊടുത്തു. അത് നമ്പർ ചെയ്തതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ വിധി നിങ്ങൾക്ക് നടപ്പിലാക്കണം എന്നാണ്. സുപ്രീം കോടതി എടുക്കാത്തടത്തോളം, സ്റ്റേ കൊടുക്കാത്തടത്തോളം കാലം അതെ ഞങ്ങൾക്ക് ഈ വിധി വന്ന വിധി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്. പക്ഷേ ഞങ്ങൾ അവിടെ കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഹൈക്കോടതിയിലെ വിധിയുമായി നിങ്ങൾ 2 ആഴ്ച വെയിറ്റ് ചെയ്തു. അതെ. എന്നിട്ട് ദുബായിലായിരുന്നു. ഈ വിധി വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എല്ലാം സെറ്റാക്കി, ഫാമിലി കുഞ്ഞിനെ വളർത്താൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് 2 ആഴ്ചത്തെ അവധി വരുന്നത്. ആ 2 ആഴ്ചത്തെ അവധിയും കഴിഞ്ഞ്, അപ്പോൾ അതിനോടൊപ്പം ക്രിസ്മസും ന്യൂ ഇയറും കഴിയുന്നു. പിന്നെ ഈ 2 വീക്സിൻ്റെ പീരീഡ് കഴിയുന്നത് 4 ജനുവരിയിലാണ്.
4-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതി കറക്റ്റ് വിധിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഫ്രൈഡേ 5-ാം തീയതി 5 മണിക്ക് ചെന്ന് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കോൺസുലേറ്റിനോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന സമയത്ത് പോകും, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അവരുടെ വേർബൽ കൺഫർമേഷനിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ബെല്ല് ഇലക്ട്രിസിറ്റി ടോട്ടലി വിച്ഛേദിച്ചിട്ട് ബെല്ല് പോലും വർക്ക് ചെയ്യുന്നില്ല വീടിൻ്റെ. ഞങ്ങൾ അവിടുന്ന് കൊട്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ കുഞ്ഞ് ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതെ, കാരണം നിങ്ങളില്ല, ഇല്ല, എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയത്തില്ല, എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയില്ല. അബുദാബി പോലീസിനെ വിളിച്ചു. അവർ പറഞ്ഞു ഇന്ത്യൻ കോർട്ടിലെ ഒരു വിധിയുമായിട്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ എംബസിയോ കോൺസുലേറ്റോ ആണ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അബുദാബി പോലീസിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കോർട്ടിൻ്റെ ഓർഡേഴ്സ് വേണം. അങ്ങനെ എമിഗ്രേഷൻ ചെക്ക് ചെയ്തപ്പം വരാൻ പറഞ്ഞ ദിവസം ആ ആൾ ഇന്ത്യയിലാണ് എന്ന് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി 6-ാം തീയതി ഞങ്ങൾ നിങ്ങളവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവർ നാട്ടിലോട്ട് പോകും, നാട്ടിലേക്ക് പോകും. ഇപ്പം നിങ്ങൾ നാട്ടിലെത്തിയപ്പോൾ അവർ നാട്ടിലാണോ അത് അവിടെയാണോ അതറിയില്ല. കാരണം ഞങ്ങൾ നാട്ടിലെ അവരുടെ വീട്ടിലും പോലീസിന്റെ ഹെൽപ്പോടെ നമ്മൾ നോക്കി കുഞ്ഞ് അവിടെ ഉണ്ടോ, അവിടെയും ഇല്ല. അവരുടെ വീട്ടിൽ ആരും ഇല്ല. അവരുടെ വീട്ടിൽ അവരുടെ ഫാദറും മദറും മാത്രമേ ഉള്ളൂ. അവരുടെ ഈ ഫോൺ അയാളുടെ ഫോണിലൊന്നും കിട്ടൂല. ഒറ്റ ഫോൺസ് എടുക്കില്ല, ഒറ്റ മെസ്സേജസ് എടുക്കില്ല. നമ്മൾ മെസ്സേജസ് കോൺസുലേറ്റും പറഞ്ഞു ഇവരും പല സമയത്തും കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അല്ല അപ്പം എന്നാലും ടവർ ലൊക്കേഷൻ വഴി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലേ? അങ്ങനെ അല്ല ഞാൻ ചോദിക്കാം, ഇപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണോ? അല്ലല്ല, അപ്പൊ പിന്നെ അവർ റിങ് പോകുന്നുണ്ട്. അല്ല എവിടെയാന്ന് അറിയത്തില്ല. ഇല്ല, എവിടെയാ? സ്കൂളിലും ചെന്ന് അന്വേഷിച്ചു. ന്യൂ ഇയർ തൊട്ട് കുഞ്ഞ് ഫിസിക്കലി പോലീസിന് അറിയാൻ പറ്റും അവരെവിടെയാന്ന്. ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ടവർ ലൊക്കേഷൻ വെച്ച് അവരെവിടെയാന്ന് പോലീസിന് അറിയാൻ പറ്റും. അബുദാബിയിലെ പോലീസിനോ? അല്ല, ഇവിടുത്തെ പോലീസിന്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അവരതൊന്നും അവർക്കറിയാം. കാരണം ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ അവർ ഏത് ടവർ ലൊക്കേഷനിലാണെന്ന് പോലീസിന് അപ്പോൾ അറിയാം. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ എവിടെയാണെന്ന് പറയാം, കേരളത്തിലാണോ യു എയിലാണെന്നെങ്കിലും പറയാമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കൊരു എവിഡൻസ് ആണ്. കാരണം നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഇവിടെയായിരുന്നു, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എവിഡൻസ് ആണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അവിടെയാണെങ്കിൽ തന്നെ കോടതിയെ കബളിപ്പിക്കാനായിട്ടുള്ള ഒരു തെളിവായി മാറും. സോ അത് ശേഖരിക്കാറുണ്ട്. എനിവേ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? 25 വർഷമാണ്. 25 വർഷമായി. പക്ഷേ ആ പ്രായമൊന്നും കണ്ടാൽ തോന്നത്തില്ല. അവർ ബാലവിവാഹമായിരുന്നോ? അത് വിവാഹം പ്രണയിച്ച് വിവാഹം കഴിച്ചാണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ്. ഗ്രാൻഡ് പേരൻസും പേരൻസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ള. അവർക്ക് ഇഷ്ടപ്പെട്ട്, എനിക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എപ്പോൾ ആരംഭിച്ചത് ഇനീഷ്യലി തൊട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ ഹിന്ദുസിൽ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ ലോ കാസ്റ്റ് ആണെന്നും. ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ്? ഞാൻ ക്രിസ്ത്യനാണ്. ക്രിസ്ത്യൻ മാർത്തോമയാണ്. പക്ഷേ ലോ കാസ്റ്റ് വന്ന് മനസ്സിലായില്ല. അല്ല, ഹസ്ബൻഡിന്റെ ഒരു അലിഗേഷൻ അനുസരിച്ചിട്ട് ഞങ്ങളുടെ എൻ്റെ ഫോർ ഫാദേഴ്സ് ഹിന്ദുസ് ആയിരുന്നു. ആ ഹിന്ദുസിൽ ഞങ്ങൾ ലോ കാസ്റ്റ് ആയിരുന്നു. ബ്രാഹ്മണാണ്. നിങ്ങളത് ഇതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അതെ, കണ്ടെത്തി. അല്ലാതെ നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഇല്ല. സാധാരണ ക്രിസ്ത്യൻ കുടുംബ ചരിത്രങ്ങളൊന്നും എല്ലാവരും ബ്രാഹ്മണരാന്നാ പറയുന്നത്. ആരും പറയാറില്ല അവരുടെ ഇതാണെന്നുള്ള കാര്യം. അപ്പൊ അദ്ദേഹം അങ്ങനെ നിഗമനത്തിൽ, എങ്ങനെയാ നിഗമനത്തിലെത്തി അദ്ദേഹം? ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ആളുകളോട് അന്വേഷിക്കുമല്ലോ, എനിക്കറിയില്ല. എപ്പോഴും അതിന്റെ പേരിൽ വഴക്ക് തുടങ്ങി. പിന്നെ സ്ത്രീധനം കുറഞ്ഞു പോയി, എനിക്കിതിൽ നല്ല ബന്ധം ഉണ്ടാവാമായിരുന്നു എന്നൊക്കെയുള്ള ഒരു റിഗ്രറ്റ് ആണ് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ കണ്ടത്. ദുബായിൽ നല്ല ജോലിയാണോ? സാധാരണ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, കരിയർ സ്റ്റാർട്ട് ചെയ്തതേ. ആ സമയത്ത് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നു. അവിടെ ജോലി ചെയ്യുവാണോ? ആ സമയത്ത് കല്യാണം ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്താണ് അലയൻസ് വന്നതും പിന്നീട് നമ്മൾ അത് ഉപേക്ഷിച്ച് ദുബായിൽ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫാമിലി സെറ്റിൽഡ് ഇൻ ദുബായ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയും അവിടെ തന്നെ? അല്ല, അവരെല്ലാം പേരൻസ് നാട്ടിലായിരുന്നു. അദ്ദേഹം മാത്രം അവിടെ ജോലിയായിരുന്നു. പുള്ളി മാത്രം. പുള്ളിയുടെ ബ്രദറും ഉണ്ട്, മൂത്ത. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഭിന്നത ആരംഭിച്ചു. സ്ത്രീധനത്തെ ചൊല്ലി ഈ കാസ്റ്റിന്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ബഹളങ്ങൾ ഉണ്ടാകുന്നത്. അന്നേ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയാൻ തുടങ്ങി. അന്നേ ചെറിയൊരു ആലോചനയുണ്ട്, പക്ഷെ എങ്ങനെയെങ്കിലും മെന്റ് ചെയ്ത് പോകാൻ. അങ്ങനെ തോന്നില്ല അദ്ദേഹം മാറാൻ കാരണം പെട്ടെന്ന് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചല്ലേ? അതോ 9 മാസത്തോളം ഞങ്ങൾക്ക് അറിയാം കല്യാണത്തിന്. പെട്ടെന്ന് മാറാൻ കാര്യം ഈ ഒരു കാര്യം പുള്ളിയെ വല്ലാണ്ട് ബോധർ ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. അല്ല, അത് അദ്ദേഹത്തിന് ഒരു നിഗമനമാണല്ലോ. ഞാൻ പറഞ്ഞ നമുക്ക് ഒരു വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാണത്, അല്ലേ? അല്ലാതെ അതിനൊരു എവിഡൻസ് ഒന്നുമില്ല. നിങ്ങൾ അതിപ്പോൾ അങ്ങനെ നോക്കാൻ ആരുടെ അടുത്ത്. ഇപ്പം എൻ്റെ വല്യപ്പനെ ഞാൻ കണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ ഓർമ്മയുള്ളൂ. അതിൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ആരാന്ന് എനിക്കറിയത്തില്ല.
അപ്പം ഇതൊരു നിഗമനം. നിങ്ങൾ എന്തായാലും മാർത്തോമക്കാരാണ്, അവരും മാർത്തോമക്കാരാണ്, അല്ല അവർ ഇവാഞ്ചലിസ്റ്റുകളാണ്. അവർ ഇവാഞ്ചലിക്കൽ അല്ലെ മാർത്തോമ സഭയുടെ മറ്റൊരു വേഷമാണ്. ഡെറിവേറ്റീവ്. അപ്പം ഞാൻ ചോദിക്കേണ്ടത്, അല്ലാതെ എന്താ കാരണം? അത് ഇതൊരു വെറും ഒരു എന്താ പറയുന്ന ഒരു സിനിക്കലായിട്ടുള്ള ഒരു അക്യൂസേഷൻ മാത്രമാണ്. സോ ഹി ബിലീവ്ഡ് വാട്ട് ഹി സെഡ്. പുള്ളി വിശ്വസിക്കുന്നു അതങ്ങനെയാണ്. അതൊരു അലിഗേഷൻ ആണ് പുള്ളിക്ക്. അവർ വലിയ കുടുംബമാണ്, അവർക്ക് കുടുംബചരിത്രവും ഫാമിലി ട്രീ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, കുടുംബയോഗം ഇതൊക്കെയുണ്ട്. ഞങ്ങൾക്ക് വി ആർ നോട്ട് മച്ച് ഇൻ ടു ഇറ്റ്. അതുകൊണ്ട് തന്നെ ഐ ഡിഡ്ന്റ് നോ മച്ച് ഓഫ് ദ ഹിസ്റ്ററീസ് ബിഹൈൻഡ്. സോ കുഡ് ഹാവ് ബീൻ പ്രോബ്ലി എൻ്റെ ഫോർ ഫാദേഴ്സിൽ ആരെങ്കിലും ഒക്കെ ഹിന്ദുസ് ആയിരിക്കണമല്ലോ. അതെ. സോ അതാണ് ഏറ്റവും വലിയൊരു അലിഗേഷനായിട്ട് പുള്ളിക്ക് പറയാൻ തോന്നി എപ്പോഴും. അത് കഴിഞ്ഞ് ആലമ്പായി. പിന്നെ അതെ, ഇനീഷ്യലി തൊട്ട് തന്നെ ബഹളമായിരുന്നു. എന്നിട്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, ആ പ്രോസസ്സ് അങ്ങ് മുമ്പോട്ട് പോയി. അത് എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയും പിന്നെ മൂത്ത കുഞ്ഞുണ്ടാവുന്നു, പിന്നെ 1 വയസ്സിന്റെ വ്യത്യാസത്തിലെ ഇളയ കുഞ്ഞുണ്ടാവുന്നു. ആ ഇളയ കുഞ്ഞ് ഓട്ടിസം ബാധിച്ച് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? 2.5 വയസ്സിൽ മോൻ പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഓട്ടിസത്തിൻ്റെ ഒരു ട്രെയിറ്റ് ഉണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ റേഡിയോയിൽ കൂടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിനും ഈ സിംറ്റംസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ദുബായ് ഓട്ടിസം സെൻറ്ററിൽ പോകുന്നതും ചെക്ക് ചെയ്യുന്നതും അവിടെ വെച്ച് കുഞ്ഞിന് ഓട്ടിസത്തിൻ്റെ ട്രെയ്റ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിംഹാൻസിൽ പോയി ഡോക്ടർ ശേഷാദ്രിയുടെ ഇതിൽ ടോട്ടൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ മോന് പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ് എന്ന് ഫൈൻഡിങ്സ് ഉണ്ടാവുന്നു. അവിടുന്ന് ഹസ്ബൻഡ് തന്നെ ഡിസൈഡ് ചെയ്യുന്നു ഇനി UAE വരണ്ട, ഇവിടെ കുറച്ച് സർവീസും അവയർനെസ്സൊക്കെ കുറവായതുകൊണ്ട് മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞുങ്ങളും കൂടെ 10 ഇയേഴ്സോളം മദ്രാസിൽ നിന്ന് മോൻ്റെ തെറപ്പീസ്, മൂത്ത കുഞ്ഞിൻ്റെ സ്റ്റഡീസ്, ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ട് മോൻ്റെ എക്സ്ട്രാ കരിക്കുലർ. മൂത്ത മകനും കൂടെ തന്നെ ഇവിടെ നിന്നു. മോൻ്റെ ഹസ്ബൻഡ് അബുദാബിയിൽ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ്, നല്ല ശമ്പളമായി. അപ്പോഴത്തേനും പതുക്കെ പ്രൊമോഷൻസ് ഒക്കെ ആയി കരിയർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആസ് എ മദർ ഐ ഗോട്ട് ട്രെയിൻഡ്. ഞാനും ട്രെയിൻഡായി കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. തീർച്ചയായിട്ടും ഉണ്ട്. ആ സമയത്ത് വീക്കെൻഡ്സിന് എപ്പോഴാണ് അവധി കിട്ടുന്നതെന്ന് വെച്ചാൽ വരികയും അങ്ങനെയൊക്കെ വരികയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് 10 കൊല്ലം അങ്ങനെ നീണ്ടു. ഏകദേശം ജോലിയൊക്കെ വിട്ട് മക്കളെ മാത്രം നോക്കി പിന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങൾ കുറച്ച് പ്രായമാവുന്നു, ഇനിയും മക്കൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ഇതായി, ഞാനും കുറച്ച് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ തിരിച്ചു ദുബായ് ചെല്ലുന്നു. ചെല്ലുമ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ചെല്ലുമ്പോൾ അവിടെ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ മോൻ്റെ തെറപ്പീസും ബാക്കിയുള്ള കാര്യങ്ങളും വളരെ സ്റ്റില്ലായിപ്പോയി. കാരണം വെച്ചാൽ വളരെ നന്നായിട്ട് ഡെവലപ്ഡ് ആയി. 10 വർഷം കൊണ്ട് അവന് പഠിത്തത്തിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണെങ്കിലും ഒക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഗ്രോസ് മോട്ടോഴ്സ്, ആർട്സ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും മോൻ വളരെ ബെറ്ററായി. മൂത്ത ആളും കുറച്ച് ഭേദമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സോ തിരിച്ച് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായും, സംശയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട്. അതാണ് ഏറ്റവും വേഴ്സ്റ്റ്. എന്താ കാരണമൊന്നും പറയുന്നില്ല, ചുമ്മാ സംശയം. ഓരോ സമയത്ത് പല കഥാപാത്രങ്ങൾ പല സമയത്ത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കണ്ടാൽ മതിയാവും. ഫാർമസിയിൽ ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യം അതേ ആള് തന്നെ നമുക്ക് മെഡിസിൻ എടുത്ത് തന്നാൽ പ്രശ്നമാവും എനിക്ക്. സോ ഫാർമസി പോലും അടുപ്പിച്ച് പ്രശ്നമാണ്. സോ അങ്ങനൊരു ഇതിൽ ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടുമായിട്ട് കോഫി ഷോപ്പിൽ പോയി കോവിഡ് ടൈമാണ്. കോവിഡ് ടൈമിൽ ഞങ്ങൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്നും അയഞ്ഞ സമയമാണ് ഒക്ടോബർ എന്ന് പറഞ്ഞത്. മാർച്ചിലാണല്ലോ മാർച്ച് ഏപ്രിലാണ് ടോട്ടൽ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഓഫീസിൽ പോകണ്ട, വീട്ടിലായി. ഏപ്രിൽ തൊട്ട് ഒരു 2.5 to 3 months എല്ലാവരും വീട്ടിൽ സ്റ്റക്കായി. വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പത്തൊട്ട് തന്നെ ഭയങ്കര പ്രശ്നമായി. കാരണം കോവിഡ് ടൈമിൽ ഡിവോഴ്സ് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. ഡിവോഴ്സ് ആദ്യമായിട്ടാണ് ആ സമയത്ത് കപ്പിൾസായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചാവുന്നതും
അല്ലെങ്കിൽ അദ്ദേഹം തിരക്കാണോ, യാത്രയ്ക്ക് പോകും? യാത്രയാണ്, മുഴുവൻ സമയവും യാത്രയാണ്. കമ്മ്യൂണിറ്റി വർക്കൊക്കെ ഉള്ള ആളാണ്. മലയാളികളായിട്ട് ബന്ധമൊന്നും ഇല്ല, മലയാളികളായിട്ടൊന്നും വലിയ ബന്ധമില്ല. വിദേശ യാത്രയുണ്ടോ? വിദേശ യാത്രകൾ, കമ്പനി സംബന്ധമായിട്ട് വിദേശ യാത്ര, ഒരുപാട് യാത്ര ചെയ്യുന്നു. ഒരുപാട് യാത്രകൾ. അപ്പോൾ വീട്ടിൽ വരുന്നതൊക്കെ വൈകുന്നേരം വൈകിയാണ്? രാവിലെ 8 മണിക്ക് പോയാലും വൈകുന്നേരം ഒരു 8 മണി വരെ ജോലി. വന്നാലും മക്കളുടെ കാര്യമൊന്നും നോക്കത്തില്ല? അപ്പോഴത്തേനും കുഞ്ഞുങ്ങൾ ഉറങ്ങും, ഞങ്ങൾ ഞങ്ങളുടെ റുട്ടീൻസുമായിട്ട് മുമ്പോട്ട് പോകും. മിക്കപ്പോഴും ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല, കാരണം ഒരു 8:30 8:45 കഴിയും ഞങ്ങൾ മോൻ്റെ സ്പോർട്സും 2 മക്കളുടെയും സ്പോർട്സും എല്ലാം കഴിഞ്ഞ് വരാനായിട്ട്. സോ വന്ന് ഞങ്ങളൊന്ന് ഇത് ചെയ്യുമ്പോഴത്തേനും പുള്ളി വന്ന് ഫുഡ് കഴിച്ച് എല്ലാവരും ഉറങ്ങും. തന്നെയാണോ കഴിക്കുന്നത് പുള്ളി? നിങ്ങളുടെ കൂടെ കഴിക്കത്തില്ലായിരുന്നു? വീക്കെൻഡ്സിന് നമ്മൾ ഒരുമിച്ച് കഴിക്കുമെങ്കിലും വീക്ക് ഡേയ്സിൽ എല്ലാവരും തന്നെ ആയിട്ടുള്ള ഇതിൽ തന്നെ. പുള്ളി ഉറങ്ങാൻ കിടക്കും? പുള്ളി ഉറങ്ങാൻ കിടക്കും. മക്കൾ വന്നാൽ ഓരോരുത്തരുടെ ആ ഒരു എനർജി ലെവൽസ് അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ കാണുമോ, കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണുകയും ഞങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് താമസിച്ചെങ്കിലും ഏതാണ്ട് ഒരുപാട് അകന്നാണ് കഴിച്ചത്? അതെ, ഒരുപാട്. അത് കഴിഞ്ഞിട്ട് ഈ കോഫി ഷോപ്പിൽ പോകാൻ പോകും? അല്ല, ഈ ജൂലൈ ആവതോടെ, അതായത് മാർച്ചിൽ ലോക്ക്ഡൗൺ ആവുന്നു, മാർച്ച് ഏപ്രിലോടെ ലോക്ക്ഡൗൺ ആവുന്നു. ജൂലൈയോടെ കാര്യം വീട്ടിലെ അന്തരീക്ഷം വളരെ വഷളാവുന്നു. കാരണം വെച്ചാൽ എല്ലാ ദിവസവും ഒന്നല്ലേ വേറൊരു പ്രശ്നങ്ങളുണ്ടാവുകയും ഞാൻ അവിടെ ഒരു ദുബായ് പോലീസിൻ്റെ തന്നെ വിമൻ ആൻഡ് ചൈൽഡ് സെല്ലിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു, സെയിങ് ദാറ്റ് ഞങ്ങൾ 2 പേർക്കും ഒരു കൗൺസിലിംഗ് ഒന്ന് തരണം, അല്ലേ പുള്ളി ഞങ്ങളെ ഒന്ന് വിളിച്ചിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് നീഡാണെന്നുള്ള രീതിയിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു തിരിച്ച്. ഇത് പുള്ളിയുടെ സോഷ്യൽ ഫേസിനെ ബാധിക്കും എന്നുള്ളത് എനിക്കൊന്ന് പുള്ളിയെ വല്ലാണ്ട് പേടിപ്പിച്ചു എന്ന് തോന്നുന്നു. പിന്നെ അപ്പോഴത്തേനും ഒരു പ്രോമിനൻറ്റ്, മലയാളികളുടെ ഇടയിൽ ഒരു വളരെ പ്രോമിനൻറ്റ് ഫേസ് ആണ്, അതായത് വളരെ ഹൈലി പെയ്ഡ് ആണ് പുള്ളി. അപ്പോൾ ആളുകൾക്ക് തന്നെ അറിയാം. സാലറി ഒക്കെ ഉണ്ടാവും? പെർ മന്ത് 36 lakhs. 36 lakhs per month? 36 lakhs per month. 36 ആണോ 32 ആണോ? ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ ആ സമയത്ത് പുള്ളി ആളുകൾ അറിയും, പുള്ളിയുടെ സോഷ്യൽ ഫേസ് ഇതിനകത്ത് പോകും എന്നുള്ള ഇതായി പുള്ളി വല്ലാതെ ഒരു അജിറ്റേറ്റഡ് ആയി. പിന്നീട് വീട്ടിൽ മോൻ അപ്പോഴത്തേനും വല്ലാതെ അജിറ്റേറ്റഡ് ആയി വീട്ടിലെ, കാരണം അതുവരെ ഇളയ മോന് അതുവരെ മോന് ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങൾ സ്വയം സെൽഫ് ഹാമോ അല്ലെ മറ്റൊരാളെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരുന്ന ആൾ ഹസ്ബൻഡിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും. അതെന്ന് വെച്ചാൽ കുഞ്ഞ് വളരെ ഡിപ്രസ്ഡ് ആണ്. ഈ കാണുന്നത് എല്ലാ ദിവസവും ഈ കാണുന്ന വയലൻസ് വീട്ടിൽ ഉള്ളിൽ കാണുന്നത്. അങ്ങനെ വിമനൻസ് സെല്ല് നടന്നില്ല, അവരുടെ കൗൺസിലിങ്ങോ ഒന്നും നടന്നില്ല. പുള്ളിക്ക് ഇമ്മീഡിയറ്റ്ലി ആ സമയത്ത് ഹി നീഡ്സ് ഡിവോഴ്സ്. അതാണ് ഏറ്റവും വലിയൊരു ആവശ്യം. ഡിവോഴ്സിന് ഫയൽ ചെയ്തില്ല ആ സമയത്ത്. ഡിവോഴ്സ് നമ്മൾ മ്യൂച്വലായിട്ട് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിനുവേണ്ടിയാണ് ബഹളം വയ്ക്കുന്നത്. പിന്നെ എൻ്റെ പേരിലൊരു പ്ലാന്റേഷനുണ്ട്, അത് തിരിച്ചെഴുതി കൊടുക്കുക, ബ്ലാങ്ക് പേപ്പേഴ്സിൽ ഒപ്പിട്ട് കൊടുക്കുക. ഈ 3 ആവശ്യങ്ങളാണ് വേണ്ടത്. സമ്മതിച്ചില്ല? ഇല്ല, ഒബ്വിയസ്ലി സമ്മതിക്കില്ലല്ലോ, കാരണം അതല്ല ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ഡീല്. മൂത്ത ആള് കോളേജിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിനേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു ഒരു ലൈഫിൻ്റെ ഒരു സർക്കംസ്റ്റൻസ് അല്ലേ കോവിഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കോഫി ഷോപ്പിൽ പോയിട്ട് സംഭവിച്ചു? കോഫി ഷോപ്പിൽ ഒക്ടോബറിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് ഈ കോഫി ഷോപ്പിൻ്റെ കുറച്ച് മുമ്പിലായിട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പണ്ട് പഠിപ്പിച്ചിരുന്ന സാറിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് ഒരു കോഫി കുടിക്കാൻ കയറിയപ്പം അവിടെ എൻ്റെ മൂത്ത മോനെ ഞാൻ വിളിച്ചു കോഫി ഇല്ലല്ല ആ കോഫി ഷോപ്പിലുണ്ട്. എൻ്റെ ഫോൺ വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും, ഞാൻ ടൈലറിൻ്റെ അടുക്ക പോകുന്നു, എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നീയും കൂടെ വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മോനെ വിളിക്കുമ്പോൾ മോൻ പറയുന്നു ഇല്ല, ഞങ്ങൾ ഡിന്നറിന് പോവാണ് അച്ഛയുടെ കൂടെ, അതുകൊണ്ട് അമ്മ തന്നെ പോയിക്കോ എന്ന് പറയുന്നു. ആ കോഫി ഷോപ്പിലുണ്ടെന്ന് അറിയുന്നത് അങ്ങനെയാണ്. പിന്നെ ഇമ്മീഡിയറ്റ്ലി അവരൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് അവിടെ ഒരു വലിയ കയോട്ടിക് ഉണ്ടാക്കുകയും അവിടുന്ന് കോഫി ഷോപ്പുകാർ പോലീസിനെ വിളിക്കും. വന്നിട്ട് അവർ അഡൽട്ടറി ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു. കോഫി കുടിക്കാനായിട്ട് ഞങ്ങൾ കോഫി കുടിക്കാൻ ഇരുന്നതേ ഉള്ളൂ. ആ കോഫി എടുത്ത് ഈ സാറിൻ്റെ അദ്ദേഹത്തേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കുകയും വലിയ ബഹളമാവുകയും അവിടെ ഉള്ളവരെല്ലാം ഓടിപ്പോയി. അങ്ങനെ പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് അഡൽട്ടറി ചാർജ് ചെയ്യണം എന്ന് പറയുന്നു. അഡൽട്ടറി എങ്ങനെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതായി പോലീസിൻ്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ദാറ്റ് ടു ദുബായ് ടെന്നീസ് സ്റ്റേഡിയത്തിൻ്റെ താഴെയുള്ള ഒരു കോഫി ഷോപ്പിലിരുന്ന് ചായ കുടിക്കാൻ, ഐ മീൻ അവർ പറഞ്ഞു അഡൽട്ടറി ചെയ്യണമെങ്കിൽ ദേ വിൽ നോ വേർ ടു ഗോ, ഹൗ ക്യാൻ വി ഡു ദാറ്റ്. അങ്ങനെ അവിടെ ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിസിൽ ഹി വെൻറ്റ് അബുദാബിയിലേക്ക് ഫയൽ ചെയ്യുന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. പോലീസ് അത് ചാർജ് ചെയ്തില്ല. പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഡ്യൂട്ടി റെക്കോർഡ്സ് വേണമെങ്കിൽ തരാം, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെ പറഞ്ഞു, അവിടെ ഡിവോഴ്സിന് കൊണ്ടുപോയി കൊടുത്തു, അബുദാബി ഇതിൽ കൊടുത്തു.
പക്ഷേ കേസ് റിജക്റ്റ് ചെയ്തു, ജൂറിസ്ഡിക്ഷൻ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഡിവോഴ്സ് കേസിൽ എനിക്ക് ഫേവറബിളായിട്ടൊരു ഇൻ്റർമോട്ടർ കിട്ടി. ഇളയ കുഞ്ഞിൻ്റെയും എൻ്റെ മെയിൻ്റനൻസ് എൻ്റെ കയ്യിൽ തരാനും ഇതിനൊരു തീരുമാനം ആവുന്നിടം വരെ മാരിറ്റൽ ഹോമിൽ തന്നെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് 5,000 ദിർഹംസ്. പക്ഷെ തന്നോ? ഇല്ല. താമസിക്കാൻ അനുവദിച്ചോ? ഇല്ല. 18 ഫെബ്രുവരി 2021 ഇങ്ങനൊരു ഓർഡർ വരുന്നു. 19 രാവിലെ ഞാൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോഴേക്കും ആള് ഫുൾ വീടും കുഞ്ഞുങ്ങളുമായി വെക്കേറ്റ് ചെയ്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു. വൈകുന്നേരം വീട് ഫുൾ വെക്കേറ്റ് ചെയ്തു. രാവിലെ എവിടെ പോയിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ മദറിനെ ഒന്ന് പുറത്തു കൊണ്ടുപോയി. എൻ്റെ മദറിനെ കാണാൻ പോയി തിരിച്ചു വന്നു. മക്കൾ അവിടെ ഉണ്ടായിരുന്നു? മക്കൾ അവിടെ ഉണ്ട്. മക്കൾ സഹിതം പോയി. മക്കൾ സഹിതം രാവിലെ 11 ഞാൻ 2021 18 ഓർഡർ ഇന്റർം ഓർഡർ വരുന്നു. 19 ഫെബ്രുവരിയിൽ പുള്ളി വീട് വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പം അവിടെ വീട് വെക്കേറ്റ് ചെയ്ത് നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? വാട്ടർ ഇലക്ട്രിസിറ്റി എല്ലാം കട്ടാക്കി, ഒന്നുമില്ല. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ കോവിഡിൻ്റെ എങ്ങോട്ടാണ് കുഞ്ഞ് പോയതെന്ന് അറിയില്ലല്ലോ, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതെന്ന് അറിയില്ലല്ലോ. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവർ പറയുന്നു കോർട്ട് ഓർഡർ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് എ കോർട്ട് ഓർഡർ. സോ പെട്ടെന്ന് ഓവർ നൈറ്റിൽ ഐ കനോട്ട് മാനേജ് എ കോർട്ട് ഓർഡർ. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സിസ്റ്റംസിൽ കസിൻസ് ഫ്രണ്ട്സ്. അല്ല, അപ്പം വേറെ വീടെടുത്തോ? ഇല്ല, ഞങ്ങൾ അമ്മ താമസിക്കുന്നത് വീടിന്റെ അടുത്തൊരു ഹോട്ടലിലായിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു? അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ എവിടെയാണ് താമസം? അല്ലല്ല, അമ്മ എൻ്റെ കൂടെ കൂട്ടായിട്ട് വിട്ടതാണ്. കാരണം ഹോട്ടലിലാണ് താമസിപ്പിച്ചത്? അതെ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കണേ, എന്താ നിങ്ങൾ വീട്ടിൽ താമസിപ്പിക്കാൻ സമ്മതിച്ചില്ല? ഇല്ല, താമസിക്കാൻ സമ്മതിച്ചിട്ടില്ല. എന്നെയും താമസിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുവായിരുന്നു. ഹോട്ടൽ എടുത്താണ് ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് കൂട്ടായിട്ട് ഇട ദിവസങ്ങളിൽ ഞാൻ അവിടെയും പോയി നിൽക്കാറുണ്ട്. കാരണം വളരെ അടുത്താണ് വീടിന്റെ. ഹോട്ടലിലേക്ക് മാറി. ഹോട്ടലിലേക്ക് ഒരു ദിവസം എത്ര രൂപ വാടകയോ? അവിടുത്തേത് ഒരു 200 ദിർഹംസോളം. ഒരു ദിവസം വാടക അത്രയും കൊടുത്ത് അപ്പൊ അവിടേക്കായി താമസം? അവിടേക്കായി. അപ്പൊ പിന്നെ എത്ര കാലം അവിടെ താമസിച്ചു? ഏകദേശം ഒരു 1.5 ഇയേഴ്സോളം. ലക്ഷക്കണക്കിന് രൂപയില്ലേ? അപ്പൊ ഈ ഹസ്ബൻഡ് തന്നോ? ഇല്ല. അപ്പൊ എങ്ങനെ ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഹൗസ് വൈഫ് ആയിരുന്നു. ഈ വാടക മാനേജ് ചെയ്തു? എല്ലാം ഫാമിലിയാണ്, എക്സ്റ്റൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അവരാണ് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത്. ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പം family will help or friends will help. പിന്നെ വീടെടുത്തു. കാരണം കുഞ്ഞിനെ കിട്ടുമ്പം നമ്മൾക്ക് അതെല്ലാം സജ്ജീകരിച്ച് ചെയ്യാനായിട്ട്, നമുക്ക് മോനെ നോക്കാനായിട്ടുള്ള എല്ലാ എൻവയൺമെന്റും സറൗണ്ടിങ്സും അവിടെ ഉണ്ട്. എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചു? കുഞ്ഞിന് വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് പോരാട്ടം? എങ്ങനെ പോയി? അവിടുന്ന് പിന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കുഞ്ഞുങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അങ്ങനെ 3-3.5 മാസത്തിനായി ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതുവരെ പോലീസ് സഹായിച്ചില്ല? ഒരാളും സഹായിച്ചില്ല. ഞാനും എൻ്റെ മദറും പോകാത്ത ഒരു പോലീസ് സ്റ്റേഷൻ അബുദാബിയിൽ ഇല്ല. അവരെന്നാ പറഞ്ഞത്? നമുക്ക് പറ്റത്തില്ല. അവർ പറയുന്ന കോർട്ട് ഓർഡർ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ജോലിക്ക് പോകുന്നില്ലായിരുന്നു? അയാൾ ജോലിക്ക് പോകുന്നുണ്ട്. കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടോട്ടലി ബാർഡാണ്. നമുക്കൊരു ഭാഗം കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റില്ല. ഞങ്ങൾ അവിടെയും ട്രൈ ചെയ്തു. കുഞ്ഞിന്റെ സ്കൂളിൽ പോയി. ഇല്ല. അവിടെ നമ്മളൊരു കയോട്ടിക് ഉണ്ടായാൽ നമ്മളെ അവർ കൊണ്ടുപോകത്തതേ ഉള്ളൂ. സ്കൂളിലും ചെന്നപ്പോൾ സ്കൂളിൽ ആ ഫസ്റ്റ് ഗേറ്റോടെ നമ്മളെ അവിടെ നിർത്തിയിരിക്കുകയാണ് പുറത്ത്. അവർ നമ്മളെ കുഞ്ഞിന്റെ അമ്മയല്ലേ? അപ്പൊ അമ്മയ്ക്ക് കാണാൻ അവകാശമില്ല. അവർ പറഞ്ഞിട്ടുണ്ട് ഫീസ് തരുന്നത് ഞാനാണ്, ഇനി മദർ വന്നാൽ കാണിക്കരുത്. ഞാനും എൻ്റെ മദറും അങ്ങനെ ചെന്നു. പിന്നെ കുഞ്ഞിനെ അത് കണ്ടാൽ ഡിസ്റ്റർബ്ഡ് ആവും, അവന് കുറച്ച് ബഹളം ഉണ്ടാക്കും. എന്നെ കണ്ടിട്ട് പിന്നെ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് കുഞ്ഞോടി വരുമോ എന്നുള്ള പേടിയിൽ നമ്മൾ പലവട്ടം നമ്മൾ സ്കൂളിൽ അപ്രോച്ച് ചെയ്തപ്പോഴും ഫസ്റ്റ് ഗേറ്റിനോടെ തന്നെ അവർ നമ്മളെ അവിടെ ഇരുത്തും, അല്ലാതെ അകത്തേക്ക് കയറത്തില്ല. അങ്ങനെ സ്കൂളിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്നത് ഫീസ് പേ ചെയ്യുന്ന ആളെ. എനിക്ക് മനസ്സിലാകാത്തത്, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഒരു അവകാശമില്ല. അപ്പം അതാണ് എൻ്റെ ചോദ്യം. പോലീസും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല? അവർ പറഞ്ഞ കോടതി ഉത്തരവിനെ പറ്റൂ. ദുബായിലോ അല്ലെ ഹോൾ ഓഫ് UAE അതാണ് അവരുടെ സിസ്റ്റം. അപ്പോൾ ഈ സമയങ്ങളിൽ കോടതി പോയോ? ഇല്ല, നമ്മളപ്പം ഇതിന്റെ ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സിന് വേറെ ഫയൽ ചെയ്തിരുന്നു? ഇല്ല, അവിടെ ഹസ്ബൻഡ് ഫയൽ ചെയ്തു, പഴയ ഫയലിങ്സ്. അത് ഫസ്റ്റ് ഫാമിലി കോർട്ടിൽ നിന്ന് തള്ളി പുള്ളി അപ്പീലിലേക്ക് പോയി, അപ്പീലിൽ നിന്ന് തള്ളി സുപ്രീം കോർട്ടിലേക്ക് പോയി. 3 ഇടത്തുനിന്നും തള്ളി കഴിഞ്ഞപ്പോൾ ദാറ്റ് സ്റ്റോറി വാസ് ഓവർ ദ. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വീണ്ടും ഞങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. 3.5 മാസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളും ഇയാളും എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പോലീസിൻ്റെ സഹായത്തോടെ തന്നെ, കാരണം അവിടെ ചെന്നിട്ട് മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല, പോലീസിനെ വീണ്ടും വിളിക്കുന്നു. അവർ നമ്മളെ സഹായിക്കുന്നു. അവർ പറയുന്നു ഇത് ഇവരുടെ വീടാണ്, ഇവരുടെയും കൂടെ വീടാണ്, അതുകൊണ്ട് അവരെ താമസിപ്പിച്ചേ പറ്റൂ.
മാറ്റി താമസിപ്പിക്കുവാണെങ്കിൽ കോടതിയുടെ ഉത്തരവോടെ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റെസൊല്യൂഷൻസ് ചെയ്തിട്ട് യു ലിവ് പോലീസ് സഹായിച്ചു. പോലീസ് ആ സമയത്തും കാരണം നമ്മുടെ കോർട്ട് ഓർഡർ ഉണ്ട്, മാരിറ്റൽ ഹോമിൽ താമസിപ്പിക്കണം എന്നുള്ള കോർട്ട് ഓർഡർ ഉള്ളതുകൊണ്ട് അവർ നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ രാത്രിയിൽ നമ്മൾ താമസിക്കാൻ പോയി. ശരിക്കും ഐ ഹാഡ് എ വെരി ടഫ് ടൈം. കുഞ്ഞുങ്ങളുടെ ഇളയ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അടിക്കുന്നതും ഒരുപാട് ഉപദ്രവം എന്നെ. അങ്ങനെ വീണ്ടും പോലീസിൻ്റെ ഹെൽപ്പ് എടുത്തു. എൻ്റെ പേരൻസ് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ താമസിച്ച് കഴിഞ്ഞാൽ എന്നെ ഉള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തീയിലേക്ക് തള്ളുക, വാഷിംഗ് മെഷീനിൽ തുണിയിടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് കൊണ്ട് ആൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്ത് സിറ്റിംഗ് റൂമിൽ പോയിരിക്കും. സോ യു റിയലി ഡോണ്ട് നോ ഏത് സൈഡിൽ കൂടെയാണ് എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ വിജിലായിരിക്കണം. പോലെ സോ നമുക്ക് എവിടെ നിന്നാണ് ഒരു അറ്റാക്ക് വരുന്നത് ഇയാൾ വീട്ടിലുള്ളപ്പോൾ. രാവിലെ ഓഫീസിൽ പോയി വീട്ടിലുള്ള ആ ടൈമിലാണ് ശരിക്കും ദേഷ്യം വരുമ്പോൾ തിരിച്ചും പറയാറ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത്രയും കുഞ്ഞിനെ 3.5 മാസമായിട്ട് ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അയ്യോ വല്ലാത്ത ഇതായിരുന്നു. അത് കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. കാരണം കുഞ്ഞെന്നിൽ മോന് 20 വയസ്സിപ്പം തികയാൻ പോകുന്നു, ഉണ്ടെങ്കിലും ഒരു 1.5 വയസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലേ ഉള്ളൂ. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. കൂടുതലും മോനെ സംസാരിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്താണ്. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പം ഐ ആം ഫൈൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം അവൻ ഫൈൻ അല്ലെങ്കിലും അവൻ ഐ ആം ഫൈൻ എന്നേ പറയുള്ളൂ. സോ ആ ഒരു എന്നിട്ട് ഇന്റർം ഓർഡർ കിട്ടി. അവിടെ താമസം തുടങ്ങി. പക്ഷെ ഒരു ദിവസമേ താമസിച്ചുള്ളൂ. താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി. അത്രയ്ക്കും ഡൊമസ്റ്റിക് വയലൻസ് വേഴ്സ്റ്റ് ആയിരുന്നു. പോലീസിന്റെ സഹായത്തോടെയാണ് വീട്ടിൽ കയറി താമസിച്ചത്. അല്ല, ഈ ഡൊമസ്റ്റിക് വയലൻസ് റിപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്തു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു, റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് അവർ തന്നെ കേസ് ചാർജ് ചെയ്തു. അബുദാബി പോലീസ് തന്നെ കേസ് ചാർജ് ചെയ്തു. പക്ഷെ മൂത്ത മോനെ ഒരു 1 സൈഡഡ് ആക്കി. മോൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആൾ അക്വിറ്റഡ് ആയി. അങ്ങനെ ആ ഒരു കേസിൽ പുള്ളി അക്വിറ്റഡ് ആയതോടെ ഹി വാസ് ഹാപ്പി. ഹി പുട്ട് എ ഡിഫമേഷൻ ഓൺ ദാറ്റ്, സെയിങ് ഇവർ എന്നെ അക്വിറ്റഡ് ആക്കി, അതുകൊണ്ട് ഡിഫമേഷൻ ഫയൽ ചെയ്തു, 25 lakhs പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. വേറൊരു കേസാണ്. സോ അതിനകത്ത് കോടതി പറഞ്ഞു അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല ഞങ്ങൾ. പക്ഷേ മൂത്ത മോൻ്റെ ടെസ്റ്റിമണിയിൽ വി ആർ ലീവിങ് ഇറ്റ് എ സൈഡ്. ഡിഫമേഷനും അവിടെ റിജക്റ്റ് ചെയ്തു. അതിനകത്തും ജുഡിസിക്ഷൻ ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിഫൻസ്. അത് റിജക്റ്റ് ചെയ്തു. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അല്ല, എൻ്റെ ഡൊമിസൈൽ അപ്പോഴത്തേനും ദുബായിലായിരുന്നു, ഈ പുള്ളി അബുദാബിയിലും. അങ്ങനെയാണത് മാറിപ്പോയത്. പിന്നെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് CMൻ്റെ ഓഫീസ്, DGP, SP, SHO, അങ്ങനെ മേളിൽ നിന്ന് താഴേക്കുള്ള എല്ലാ ലെവൽസിലേക്കും നമ്മൾ ഇല്ലീഗൽ ഡിറ്റൻഷനാണല്ലോ കുഞ്ഞ്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫാദർ ഒട്ടും ട്രെയിൻഡ് അല്ല ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ. മോൻ ആ സമയത്തേക്കിന് നമ്മൾ അറിയുന്നു വളരെ ഹെവി ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നു എന്നുള്ളത്. പിന്നീട് ഹസ്ബൻഡ് കോടതിയിൽ നമ്മുടെ കേസുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊടുത്ത പല മെഡിക്കൽ റിപ്പോർട്ട്സിൽ വളരെ ക്ലിയർ ആയിട്ട് കുഞ്ഞിൻ്റെ അവസ്ഥ അവർ പറയുന്നുണ്ട്. അതായത് ഹൈലി എപ്പിസോഡിക് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നും, പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി, ഒബ്സഷണൽ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, സ്ലീപ്പ് റിവേഴ്സൽ, കമ്പൾസീവ് ഈറ്റിംഗ്, എപ്പിസോഡ്സ് ഓഫ് ഡിസ്റപ്റ്റീവ് ബിഹേവിയർ അറ്റ് ടൈംസ്. ഇതെല്ലാം ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് സ്ട്രെസ് ഇൻ ദ ഫാമിലി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി 1 മാസത്തിനകം സെപ്പറേഷനിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. എൻ്റെ അടുക്കൽ നിന്ന് 11 മാസം കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ അവസ്ഥ മാർക്ഡ് റെസ്റ്റ്ലെസ്നെസ്, സിവിയർ അഗ്രസീവ് ഡിസ്റപ്റ്റീവ് ബിഹേവിയേഴ്സ്, സിവിയർ ഡിസ്റപ്റ്റീവ് അഗ്രസീവ് ബിഹേവിയേഴ്സ്, ആങ്സൈറ്റി ഡിസ്റ്റർബൻസ്, അതായത് കൂടുതലായിട്ട് ഫുഡ് കഴിക്കാനുള്ള ഇത് കൂടുക, സീമിംഗ്ലി ട്രിഗർ എപ്പിസോഡ്സ് ട്രിഗർ ചെയ്യുക, ഡിസ്റപ്റ്റീവ് ബിഹേവിയേഴ്സ് അഗെയിൻ, മെൽറ്റ് ഡൗൺസ് ഉണ്ട്. അതായത് ഈ ഓറൽ സസ്പെൻഷനിൽ നിന്ന് മോനെ ഇഞ്ചക്ഷൻസിലേക്ക്, സൈക്കാട്രിക് ഡ്രഗ്സിലെ ഇഞ്ചക്ഷൻസിലേക്ക് മാറ്റി. അതുപോലും അതായത് ഹീ ഈസ് എ ബിഗ് ബിൽറ്റ് ബോയ് ആൻഡ് ഡിഫിക്കൾട്ട് ടു കൺട്രോൾ ഫിസിക്കലി. ഈവൻ ഒലാൻസിപ്പൈൻ 10 mg ഇഞ്ചക്ഷൻ അറ്റ് ടൈംസ് ഫെയിൽസ് ടു റെസ്ട്രെയിൻ. 11 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി 11 മാസം കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് അവർ കൊടുത്തതാണ്. സോ ദാറ്റ് വാസ് ദ ഇൻസ്റ്റൻസ്. ആഫ്റ്റർ 2 years of separation from the mother, again the child shows obsessive compulsive behavior, mood disorders, severe disruptive, aggressive, സെൽഫ് ഇഞ്ചൂറിയസ്. അത് കഴിഞ്ഞ് പിന്നെ സംഭവിച്ചത് എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് വരുന്നു. കേസ് നമ്മൾ സിഗ്നൽ ബെഞ്ചിലേക്ക് ഹൈക്കോടതി പോകുന്നു. ഹേബിയസ് കോർപ്പസ് കൊടുത്തു. അല്ല,
സിംഗിൾ ബെഞ്ചിലേക്ക് പോന്നു. ഈ കുഞ്ഞുങ്ങളുടെ, അതായത് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലോക്കൽ ലെവൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലും ലോക്കൽ ലെവൽ കമ്മിറ്റി ഉണ്ട്, അവരാണ്. അപ്പോൾ അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ഡയറക്റ്റായിട്ട് മെഡിക്കൽ ബോർഡ് ജില്ലാ ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുപോവുകയും അവരുടെ ഡിസബിലിറ്റീസ്, അതിനകത്തുനിന്ന് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുപ്പിക്കുകയും അതിനനുസരിച്ചിട്ട് ഗാർഡിയനെ തീരുമാനിക്കുകയും ചെയ്യാം. അതിലേക്ക് നമ്മൾ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ ആദ്യമായിട്ട് നമ്മൾ കോടതിയിലേക്ക് പോകുന്നു. ഇതിന് മുമ്പിട്ടായിട്ട് ഡൊമസ്റ്റിക് വയലൻസിലൊരു ഇൻറ്റർം ഓർഡർ ഉണ്ട്. അതിൽ കുഞ്ഞിനെ മൈനർ ആയിരുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോടതി ഉത്തരവ് പുള്ളി പാലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മോന് ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്ത സമയത്ത് മേജറായി. അപ്പോൾ പിന്നെ ഫാമിലി കോർട്ടിൽ ഈ മോൻ്റെ കസ്റ്റഡി നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്ത് ലോക്കൽ ലെവൽ കമ്മിറ്റിയോട് എന്നെ ഗാർഡിയനാക്കി അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള ഹൈക്കോടതി അപ്പീൽ ചെയ്ത് ഹൈക്കോടതിയിൽ ഹൈക്കോടതി അനുവദിച്ചോ? ഹൈക്കോടതി നമ്മുടെ പ്രെയർ അനുവദിച്ചു. അങ്ങനെ ലോക്കൽ ലെവൽ കമ്മിറ്റി നമ്മളെ ഹിയർ ചെയ്തു. കളക്ടർ ദിവ്യ സയർ ആയിരുന്നു അന്നത്തെ കളക്ടർ. ഷീ സെഡ് മദർ ഇസ് ദ കറക്റ്റ് ഗാർഡിയൻ ഫോർ ദിസ് ചൈൽഡ്. പക്ഷേ ഞങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. കുഞ്ഞ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും UAE ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് LLCക്ക് ലോക്കൽ ലെവൽ കമ്മിറ്റിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് അത് തള്ളി. അവിടുന്ന് വീണ്ടും നമ്മൾ അടുത്ത കേസ് ഹൈക്കോർട്ടിലേക്ക് തന്നെ കൊടുക്കുന്നു. ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹേബിയസും കൊടുത്തു. കളക്ടറിൻ്റെ ഓർഡറിനെ ചലഞ്ച് ചെയ്യാനുള്ള കേസും ഫയൽ ചെയ്തു. അങ്ങനെ അവിടുന്ന് ആ കേസിനാണ് ഇപ്പം രണ്ട് കേസിൽ കളക്ടറിന്റെ ഓർഡർ ചലഞ്ച് ചെയ്തോ? കളക്ടറിന്റെ ഓർഡറിലാണ് ഇപ്പം വിധി വന്നിരിക്കുന്നത്. സൈക്ലിക്കൽ കസ്റ്റഡി വന്നിരിക്കുന്നത് അതിലാണ്. ഹേബിയസ് തള്ളി. കാരണം ഒരു പേരന്റ് ആണ് ഈ സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ഡിറ്റൻഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഹേബിയസ് തള്ളിയതും. അതേസമയം സൈക്ലിക്കൽ കസ്റ്റഡി വിധിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഈ വിധിയുമാണ് നിങ്ങൾ പോയിട്ട് അയാൾ തയ്യാറല്ല. ഇപ്പം കണ്ടംപ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവായില്ലേ? തീർച്ചയായിട്ടും. ഈ കാലയളവിൽ ഇതെല്ലാം കുടുംബക്കാർ തരും? എല്ലാം കുടുംബത്തിൽ നിന്ന് ഉള്ള. അച്ഛനും അമ്മയും ജോലിയുള്ളവരായിരുന്നോ? അവര് നാട്ടിൽ നിന്ന് UAE റിട്ടേൺസ് ആണ്. നാട്ടിലാണ് അവർ സെറ്റിൽ. സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ഒരു ബ്രദറുണ്ട്. പിന്നെ ബാക്കിയുള്ള കസിൻ ബ്രദേഴ്സും എക്സ്റ്റൻഡഡ് ഫാമിലീസ് എല്ലാം സഹായിക്കുന്നുണ്ട്. അവരും ഫ്രണ്ട്സുമാണ്. ഈ ഒരു ലക്ഷ്യവുമായി മുമ്പോട്ട് പോകുന്നതിന്റെ കുഞ്ഞിനെ വേണം എന്നുള്ളതാണ് മെയിൻ ആവശ്യം. കുഞ്ഞിന്റെ ഇപ്പൊ എൻ്റെ ഒരു ഇതിൽ 2.5 വർഷത്തോളം ഈ ലിറ്റിഗേഷനിൽ നിന്നപ്പം കുഞ്ഞിന്റെ 2.5 വർഷത്തെ ഡെവലപ്മെന്റൽ ഇയേഴ്സ് ആണ് നഷ്ടപ്പെട്ടത്. അത്രത്തോളം കഷ്ടപ്പെട്ടാണ് മോനെ ഈ മാറ്റങ്ങൾ നെഗറ്റീവായിട്ടും റിഗ്രഷനും ആണ് വന്നത്. അത് പോരാത്തതിന് എവിടെയൊക്കെ കോടതി ഉത്തരവോടെ നമ്മൾ അസസ്മെന്റിന് പോയിട്ടുണ്ടോ കഴിവതും ഹസ്ബൻഡ് എവിടെയും ഇൻഫ്ലുവൻസ്ഡ് ആക്കി ആ അസസ്മെന്റ് റിപ്പോർട്ട്സിനെ മാറ്റാനാണ് നോക്കുന്നത്. കുഞ്ഞിന്റെ ബോഡി വെയിറ്റ് കൂടിയോ? കുഞ്ഞ് ഒബീസിറ്റി 3ലേക്കാണ് പോയത്. കുഞ്ഞിനെ വളരെ മെയിൻറ്റെയിൻ ചെയ്താൽ നിർത്തിയിരുന്നു. മോന് ഗോൾഡ് മെഡലിസ്റ്റും ഒക്കെ ആയിരുന്നു സ്വിമ്മിങ്ങിൽ ആ സമയത്ത്. അവന്റെ BMI 24.8 ഉണ്ടായിരുന്നുള്ളൂ. ഫിസിക്കലി തന്നെ നമുക്ക് കാണുമ്പോഴത്തേനും വളരെ ഒബീസിറ്റിയിലേക്കാണ് പോയത്. മാനേജ് നമ്പർ 3 കാറ്റഗറിയിലേക്കാണ് പോയത്. ഒബീസിറ്റി അറൗണ്ട് 35.11 ആണ് അവൻ്റെ BMI ഇപ്പോൾ. ഒന്നാമത്തെ കാര്യം ഹസ്ബൻഡ് ട്രെയിൻഡ് അല്ല എന്ന് മാത്രമല്ല, കുഞ്ഞിനെ പ്രഥമ നോക്കുന്ന അവൻ്റെ പ്രൈമറി കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ പിന്നീട് ഡ്രൈവറാണ്. ഹസ്ബൻഡിൻ്റെ ഡ്രൈവർ മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തു നിന്നുള്ള ഒരാളാണ്. ആ ആളാണ് കുഞ്ഞിനെ നോക്കുന്നത്. ആ ആൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. മോന് സിംഗിൾ ലിംഗിലാണ്, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അവനൊരു രീതിയിലുമുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ഒരു എൻവയൺമെന്റിൽ പറ്റില്ല. അപ്പോൾ ഇപ്പം റാണിയുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതാണ്. അതിന്റെ ക്വസ്റ്റ് തുടർന്നുകൊണ്ടേ. റാണിയോട് വരാനാണ് ആഗ്രഹം? തീർച്ചയായിട്ടും. മോൻ്റെ അവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് മോൻ മെയ്ഡ്സിന്റെ അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാവുന്ന ആളുകളുടെ ഇടയ്ക്ക് നിന്ന് വിളിക്കുന്ന ഒരു ഡിസ്ട്രസ് കോളാണ്. Kami run. Yes. Kami running fast in plane, okay? അല്ല ഞാൻ ചോദിക്കണ അവന് അങ്കിൾ ആന്റി അതൊന്നും നാവ് അങ്ങോട്ട് വഴങ്ങില്ല. അപ്പൊ എല്ലാരും പേരാണ് വിളിപ്പിക്കുന്നത്. ഏതെന്ന് സംഭവിച്ചതാണ് ഇതിപ്പോ എൻ്റെ അടുക്കൽ നിന്ന് മാറിക്കൊണ്ടുപോയപ്പം മെയ്ഡ്സിന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉറങ്ങുവാണെങ്കിൽ തന്നെ മോന് കട്ട് ചെയ്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കുക്ക് ചെയ്ത്
സ്റ്റേഷനെല്ലാം വൃത്തിയാക്കി പാത്രം കഴുകി ഫുഡ് കഴിച്ച് ആ പാത്രവും കഴുകി വെക്കുന്ന ആ ഒരു സീക്വൻസിങ് ഇതിപ്പോ വീഡിയോ കോളിലാണ് കളിച്ചത്. അത് മെയ്ഡിന്റെ ഫോണിൽ നിന്നാണ്. നിങ്ങൾ തമ്മിൽ കണ്ടു, കണ്ട് സംസാരിച്ചു, കണ്ട് സംസാരിച്ചു. വേഗം വരണമെന്ന് അവൻ പറയുന്നത്. റൺ ചെയ്ത് വരണം എന്ന്, ഓടി വരണം എന്ന്, അത്രയൊക്കെ പറയാനേ അറിയുള്ളൂ. വീഡിയോ കോള് നമുക്കല്ലാതെ കോടതി എല്ലാ വീക്കെൻഡ്സിനും ഉണ്ടായിരുന്നു. ഇത് വീഡിയോ കോൾസ് ആണ് വീക്കെൻഡ്സിലാണ്. സോ ഇങ്ങനെ പോലും സംസാരിക്കാൻ സമ്മതിക്കില്ല. പുള്ളി സൈഡിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞ് സോ ഇവരുടെ അറ്റൻഷൻ എടുത്ത് ഇവരെ പിടിച്ചിരുത്തി നമ്മളുടെ സംസാരം കേൾക്കാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. സോ ആ ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുവരികയും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു സ്പെൻഡ് യുവർ ലൈഫ് ടൈം ടു ഗെറ്റ് ടു നോ ദ പൾസ്. സോ ഇതൊന്നും അറിയാത്ത ഒരു ഡ്രൈവറും ഒരു ഇൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേരൻറ്റും, അത് മദർ ആവാം. ഇതിപ്പോൾ ഇതേ കാര്യം ഒരു മദർ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനോട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫാദർ. സോ ഇറ്റ് ക്യാൻ ബി വൈസി വേഴ്സ. പക്ഷേ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയത് കുഞ്ഞിൻ്റെ 2.5 വർഷമാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ കോടതി എങ്ങനെ നടപ്പിലാക്കും? അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചത് എങ്ങനെ നടപ്പിലാക്കും? ഇപ്പോൾ ഇനിയിപ്പോൾ കണ്ടംപ്റ്റിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇനിയിപ്പം 17-ാം തീയതി എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് ഇപ്പം തന്നെ പിടിവാശി? എനിക്ക് ഡെഫിനറ്റ്ലി എന്നോടുള്ള ഈഗോ സെറ്റിൽ ചെയ്തത് കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലല്ലോ, അയാൾക്ക് സമയമില്ലല്ലോ. ഒബ്വിയസ്ലി അത് 2 കുഞ്ഞുങ്ങളുടെയും ഇത് കാണുമ്പോൾ നമുക്ക് ഒന്നല്ലേ വേറെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മൂത്തമാനുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. മോൻ എപ്പോഴും വിളിക്കാറുണ്ട്, വളരെ പേടിച്ച്. അതും ആ സമയത്ത് ഫോൺ പാടില്ല, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത്രത്തോളം ആ കുഞ്ഞിനെയും പേടിപ്പിച്ചും ഇൻറ്റിമിഡേറ്റഡ് ആക്കിയും വെച്ചിരിക്കുകയാണ്. ഈ നിയമ പോരാട്ടം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. വിജയിച്ചാൽ എന്താണ് റാണി, കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോകണോ അവിടെ തന്നെ നിൽക്കാനാണോ? ഞങ്ങൾക്ക് UAE മോനെ പോലുള്ള സ്പെഷ്യൽ ചിൽഡ്രൻസിനെ ഒരു 7 പേരെ എടുത്ത് ഞങ്ങൾക്കൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആരാ കൂടെ ഉള്ളത്? എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടുമുണ്ട്. ബോത്ത് ഓഫ് us are mothers. അപ്പോൾ 2 പേരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ് ഫോർ ബേക്കിംഗ്. സോ ഞങ്ങൾക്ക് ഒരു കഫേ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളും പിന്നെ ഓട്ടിസം ക്ലബ് UAE-യുമായിട്ടും നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവർക്കൊരു വൊക്കേഷണൽ തന്നെയല്ല, അവരുടെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊരിടം. റാണി എന്താ വരുമാന മാർഗം വേറെ ഉള്ളത്? ജോലി? ഐ എം എ ഹോം ബേക്കറാണ്. അവിടെ മാർക്കറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അതാ എങ്ങനെ വിൽക്കുന്നത്? ആളുണ്ടോ? വി ഗെറ്റ് ഓർഡേഴ്സ് ഓൺലൈൻ വഴി. സോ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ മെയിൻറ്റെയിൻ. പക്ഷേ ഐ എം സ്റ്റിൽ വിത്ത് മൈ ഫാമിലി സപ്പോർട്ട്. ഹെവി ആയിട്ടുള്ള ഫണ്ടിങ്ങിനൊന്നും നമുക്കത് സർഫേസ് ചെയ്യില്ല, സഫിഷ്യൻ്റ് ആവില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോഴും എക്സ്റ്റൻഡഡ് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ കോഫിയൊക്കെ ആയി അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കി അവിടെ സുഖമായിട്ട് ജീവിക്കാന്നുള്ള ആഗ്രഹം. അതെ, അതാണ്. അതെ. നോഹ ഈസ് ഓൾസോ ഇൻ ടു ബേക്കിംഗ്. മോനും കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടമാണ്. അതെ. അപ്പം നഷ്ടപരിഹാരമൊക്കെ വേണ്ടേ? ഹസ്ബൻഡ് ഡിവോഴ്സ് ഒക്കെ എല്ലാം നമ്മൾ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് ടൈം. ഇതൊന്നും തരാൻ അദ്ദേഹം തയ്യാറല്ല. ഒന്നും തരാൻ തയ്യാറല്ല. ഒരു അവകാശമില്ല, വിട്ടു പോകണം. അതെ. പക്ഷെ പ്ലാന്റേഷനൊക്കെ ഇപ്പോഴും തന്നെയാണ്, അത് മാറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പക്ഷെ അതിന്റെ ഒറിജിനൽ ഡീഡ് പുള്ളിയുടെ കയ്യിലാണ്. അതിനകത്ത് കാര്യമില്ല, അത് തിരിച്ചു കിട്ടണം. പിന്നെ ഗോൾഡ് ആണെങ്കിലും നമ്മുടെ കല്യാണത്തെ സമയത്ത് എൻ്റെ പേരൻസ് അതല്ലാതെയും തന്നിട്ടുള്ള എല്ലാ ഗോൾസും എവറിത്തിങ് ഇസ് വിത്ത് ദം. അതിൽ അവരുടെ വീടും അവരുടെ കേസ് സെറ്റിലാകുമ്പോൾ അതെല്ലാം തരുമല്ലോ. വീടും ഒക്കെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇത്തരം സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകൾക്കൊരു മാതൃകയാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവരുടെ പേരുകളും ചിത്രങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. അതിന് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ പേരുകളെല്ലാം മറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് സംസാരിക്കുന്നതിൻ്റെ സ്വാഭാവികതയിൽ ഞാൻ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരൊക്കെ കട്ട് ചെയ്ത് ബീപ്പ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ച അങ്ങനെയാണ്. മുഖം കാണിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊരു പോരാട്ടമാണ്. പലപ്പോഴും മനുഷ്യർ അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു യുദ്ധത്തിലാണ്. ഇവിടെ ഈ 2 കുട്ടികളെയും നോക്കാൻ പിതാവിന് താല്പര്യമുണ്ടായിരുന്നില്ല, ഒരിക്കലും നോക്കിയിട്ടുമില്ല. അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ കരിയർ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീയാണ് അല്ലെങ്കിൽ ഈ യുവതിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. പക്ഷേ അവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായപ്പോൾ കുഞ്ഞുങ്ങളിലൂടെ പകവീട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കുഞ്ഞുങ്ങളെ തേടി അമ്മയ്ക്ക് ഓടി നടക്കേണ്ടി വന്നത്. മനുഷ്യർ ഒരു പാഠമായി പഠിക്കേണ്ടതാണ്. നമ്മുടെ ഈഗോ തീർക്കുന്നതിന് വേണ്ടി മക്കളെ ഇരയാക്കരുത്. അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സംതൃപ്തി
ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടേതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരമ്മ, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ നിയമ പോരാട്ടം നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഈ യുവതിയുടെ ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈഗോയേക്കാൾ വലുതാണ് നിങ്ങളുടെ മക്കളുടെ ജീവൻ. ദയവായി ആ കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടത്തിന് വിടുക. അവർ പ്രത്യേകിച്ച് ഇളയ കുഞ്ഞിനെ ഭിന്നശേഷിക്കാരനാണെന്നറിയാം. ആ കുഞ്ഞ് ഈ അമ്മയുടെ സംരക്ഷണയിലായിരുന്നപ്പോൾ എത്ര മനോഹരമായിരുന്നു അവൻ്റെ ജീവിതം, അവൻ്റെ സ്വപ്നങ്ങൾ, ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്നാൽ ഇപ്പോൾ അവൻ്റെ ഷേപ്പിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അവൻ്റെ അമ്മയോടുള്ള സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മയോട് അവൻ വിളിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ദയവായി എത്ര ഉന്നതിയിലെത്തിയാലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഈ ലോകത്ത് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഓർക്കുക. അപ്പോൾ മക്കളെ വേദനിപ്പിച്ച്, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച്, നിങ്ങൾ തമ്മിലുള്ള ഭിന്നതയിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ഭിന്നത നിങ്ങളുടെ വ്യക്തിപരമായ ഭിന്നത. പക്ഷേ നിങ്ങളുടെ ഭാര്യയോടുള്ള ഭിന്നത തീർക്കാൻ മക്കളോട് പക വീട്ടരുത്. അതിന് ദൈവം പകരം ചോദിക്കും. അപേക്ഷയാണ്. നന്ദി.